സ്നേഹപ്പെട്ടവരെ, മീമിൻ്റെ വേദിയിൽ മൂന്നാം തവണയാണ് കവിത അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഒരു കവിത ആദ്യം അവതരിപ്പിക്കാവുന്ന കവിത നിസ്കാരപ്പായ എന്നുള്ള കവിതയാണ്. റിസാലയിൽ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചതാണ്. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ കവിത എഴുതിയത്. പക്ഷേ അന്നത് പ്രസിദ്ധീകരണത്തിന് കൊടുക്കാനുള്ള ഒരു പ്രയാസം കാരണം അത് കാലം സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയം അന്നുണ്ടായിരുന്നു. കാരണം ആ കവിത അതൊരു ഗുഹ്യരോഗം പോലെ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് കഴിഞ്ഞ കോവിഡ് കാലത്ത് പുസ്തകങ്ങൾ പരതുന്ന കൂട്ടത്തിൽ ഈ കവിത കിട്ടി. അപ്പോഴാണ് അത് പ്രസിദ്ധീകരണത്തിന് വേണ്ടി അയച്ചത്. ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുന്നേ റിസാലയിൽ പ്രസിദ്ധീകരിച്ചതാണ്. കവിതയുടെ പേര് നിസ്കാരപ്പായ. സ്റ്റേഷനിലും വിശ്രമിക്കാനാവാതെ റേഷൻ കാർഡിൽ പേരുള്ള തളർന്ന കരിവണ്ടി ദീർഘയാത്രയായപ്പോഴും നിസ്കാരപ്പായയിലിരുന്നാണ് വല്യുമ്മ ഞങ്ങളെ നെഞ്ചോട് ചേർത്തത്. ഒരു സ്റ്റേഷനിലും വിശ്രമിക്കാനാവാതെ റേഷൻ കാർഡിൽ പേരിലുള്ള തളർന്ന കരിവണ്ടി ദീർഘയാത്രയായപ്പോഴും നിസ്കാരപ്പായയിലിരുന്നാണ് വല്യുമ്മ ഞങ്ങളെ നെഞ്ചോട് ചേർത്തത്. കരിമ്പനടിച്ച് വെളുത്ത് പിഞ്ഞിയ മുഖമക്കനയിലും 5 നേരത്തെ റുക്കൂയിലും സുജൂദിലും നിറം മങ്ങിയ മുഖപടത്തിൽ ഹൃദയ കിബില കണ്ടു. കീറിയ കൈതോലപ്പായയിലുണ്ട് സുജൂദിന്റെ തഴമ്പുകൾ. കരിമ്പനടിച്ച് വെളുത്തുപിഞ്ഞിയ മുഖമക്കനയിലും 5 നേരത്തെ റുക്കൂയിലും സുജൂദിലും നിറം മങ്ങിയ മുഖപടത്തിൽ ഹൃദയ കിബില കണ്ടു. കീറിയ കൈതോലപ്പായയിലുണ്ട് സുജൂദിന്റെ തഴമ്പുകൾ. സുബ്ഹിനെ ഉണരും, ഇശാ കഴിഞ്ഞിട്ടും ഉറക്കമില്ല. റൂഹാനെ പക്ഷി കരയുമ്പോഴുള്ള തഹജ്ജുദ് നമസ്കാരങ്ങൾ. സുബ്ഹിനെ ഉണരും, ഇശാ കഴിഞ്ഞിട്ടും ഉറക്കമില്ല. റൂഹാനി പക്ഷി കരയുമ്പോഴുള്ള തഹജ്ജുദ് നിസ്കാരങ്ങൾ. എത്രയെത്ര ഫാത്തിഹകൾ, വാങ്കിന്റെ ഉൾവിളികൾ, അത്തഹിയ്യാത്തുവിന്റെ അന്ത്യത്തിൽ ദജ്ജാലിനുള്ള താക്കീതുകൾ. തറവാട് പൊളിച്ചപ്പോൾ നീണ്ട നിഴലളന്ന് അസനനെ പുണർന്ന ആവേശത്തോടെ നിസ്കാരക്കുപ്പായവും ആ കോന്തല പിടിച്ചു. അകത്തളത്തിലെ വൈഫൈ കുളിരിൽ കുട്ടികൾ ആർത്ത് ചിരിക്കുമ്പോൾ അച്ചിപ്പായയിൽ നിന്ന് ഉണരുന്നുണ്ട് വല്യുമ്മയുടെ നെഞ്ചു കലങ്ങിയ തേട്ടങ്ങൾ. പിന്നെ പിന്നെ വല്യുമ്മയെ കാണാതെയും കേൾക്കാതെയുമായി നിസ്കാരപ്പായ. ഫറളുകൾ തെറ്റി, സുന്നത്തിന്റെ ശ്രുതി അയഞ്ഞു. ദസ്മിമാല പൊട്ടി ലാ ഇലാഹ ഇന്ന് ആ തളർന്ന കാൽക്കലേക്ക് തണുത്തു കയറുമ്പോൾ കണ്ടം മറിഞ്ഞ മുസഹഫ് പ്രിയപ്പെട്ട മുസഹഫ് ഉറയെ നോക്കി. പുതിയ നിസ്കാരപ്പായ അകത്തേക്ക് പോയിട്ടുണ്ട്. പുതിയ നിസ്കാരപ്പായ അകത്തേക്ക് പോയിട്ടുണ്ട്. മെയ്തി, ഞങ്ങളുടെ നാട്ടിൽ ഖബർ കുത്തുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മെയ്തി. അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലയിൽ അദ്ദേഹം എടുക്കാത്ത പണിയൊന്നുമില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ് മെയ്തി. കുത്തുന്നവനായിരുന്നു, പറമ്പ് കിളക്കുന്നവനായിരുന്നു, പുര കെട്ടുന്നവനായിരുന്നു, നാട്ടുകുളങ്ങളുടെ കാമുകനായിരുന്നു. കരിയോലകൾ വിലങ്ങനെ വെച്ച് പുരകൾക്ക് ചുറ്റും മറ കെട്ടുന്നവനായിരുന്നു. ഖബർ കുത്തുന്നവനായിരുന്നു, പറമ്പ് കിളക്കുന്നവനായിരുന്നു, പുര കെട്ടുന്നവനായിരുന്നു, നാട്ടുകുളങ്ങളുടെ കാമുകനായിരുന്നു. കരിയോലകൾ വിലങ്ങനെ വെച്ച് പുരകൾക്ക് ചുറ്റും മറ കെട്ടുന്നവനായിരുന്നു, മരം വെട്ടുന്നവനായിരുന്നു. കിണറ് കുത്തുന്നവനായിരുന്നു, മുളയല്ലികൾ വെച്ച് പറമ്പതിരുകളിൽ വേലി കെട്ടുന്നവനായിരുന്നു. പരൽമീൻ നീന്തുന്ന മണ്ണൂപ്പാടത്തിന്റെ ഞാറ്റുകണ്ടങ്ങളിൽ തൊപ്പിക്കുടയുടെ കിരീടവും വെച്ചുപോയി തങ്കൂസും ഞാത്തിയിട്ട് പാടത്തിന്റെ കരയിൽ കണ്ണൻ മീൻ വെട്ടുന്നതും കാത്തിരിക്കുന്ന സാന്റിയോഗയായിരുന്നു. പരൽമീൻ നീന്തുന്ന മണ്ണൂപ്പാടത്തിന്റെ ഞാറ്റുകണ്ടങ്ങളിൽ തൊപ്പിക്കുടയുടെ കിരീടവും വെച്ചുപോയി നാട്ടുമൂപ്പനെപ്പോൽ
കവിത മറ്റു വേറൊരു കവിതയെല്ലാം കൈക്കുമ്പിൾ. കൈക്കുമ്പിൾ, ദുആയുടെ കൈക്കുമ്പിൾ. കുടപ്പനകൾ പൂക്കുന്ന നാട്ടിൽ മലമൂപ്പന്മാരുടെ മുതുക് ചവിട്ടിയാൽ ചൊവ്വാഴ്ചകൾ തുറക്കുന്ന സന്നിധിയിലെത്താം. കുടപ്പനകൾ പൂക്കുന്ന നാട്ടിൽ മലമൂപ്പന്മാരുടെ മുതുക് ചവിട്ടിയാൽ ചൊവ്വാഴ്ച തുറക്കുന്ന സന്നിധാനത്തിലെത്താം. കാറ്റും മഴയും കോളും വേനൽ തിന്ന വെയിലും കാത്തുകാത്തിരിക്കുന്നു. വിരഹം കുടിച്ച ഒരു പാസ്പോർട്ടിൽ ഫാത്തിഹയുടെ തണൽ വീണു. ജ്വരബാധിതമായ പൈതൽ ചുണ്ടിൽ യാസീന്റെ കരുണ വർഷിച്ചു. കരിവളയിട്ട ഒരു കീറത്തട്ടത്തിന്റെ കരച്ചിൽ അമർന്നു. കാച്ചിത്തുണിയും കോന്തലയും ഭയപ്പകർച്ചകളെ ഉറുക്കും നൂലും കെട്ടി ഐക്കല്ലുകളെ തേടിയിറങ്ങി. പെയ്ത് പെയ്ത് നിറയാനായി മിഥുനവും കർക്കിടകവും കൂനിക്കൂടി ഇരിക്കുന്നു. ഇരുന്നും നടന്നും പിന്നെയും ഇരുന്നും വിശ്രമവും വിശ്രാന്തിയുമില്ലാതെ ചൊവ്വാഴ്ചകൾ തോൽക്കുന്നു. ശതതന്ത്രികൾ ചേർത്ത ദുആയുടെ കൈക്കുമ്പിൾ കോരിക്കുടിച്ച് വേദനകൾ മടങ്ങുന്നു. വിഷാദിച്ച വെയിലുകളെ, സായാഹ്നങ്ങളെ, വിറയലുകളെ, വേനലെ, വർഷമേ, ഇനി ഏത് മലയുണ്ട് പെയ്തിറങ്ങാൻ? നേരത്തെ ഇവിടെ ചൊല്ലിയ ഒരു കവിതയാണ് പെറ്റമ്മ. പെറ്റമ്മ പെറ്റമ്മ എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഉമ്മയുടെ ഉമ്മയെ പെറ്റമ്മ എന്നാണ് പറയുക. പെറ്റമ്മയെ കുറിച്ചുള്ള ഒരു കവിതയാണ്. പണ്ട് പെരേലിരുന്ന് ഉമ്മയോട് മെക്കെട്ട് കയറി മുഷിഞ്ഞാൽ പെറ്റമ്മക്ക് ഒരു വിരുന്നു പോക്കുണ്ട്. പണ്ട് പെരേലിരുന്ന് ഉമ്മയോട് മെക്കെട്ട് കയറി മുഷിഞ്ഞാൽ പെറ്റമ്മക്ക് ഒരു വിരുന്നു പോക്കുണ്ട്. മക്കളുടെ വീട്ടിലൊക്കെ നിന്ന് മടുത്താൽ, മരുമക്കളും പേരക്കുട്ടികളും മുറുമുറുപ്പ് തുടങ്ങിയാൽ ഓത്തുപള്ളിയിലേക്കോ LP സ്കൂളിലേക്കോ പെറ്റമ്മയുടെ സങ്കടക്കാറ്റെത്തും. പെറ്റമ്മയെ വിളിക്കാൻ ചെല്ലണമെന്ന്. ഉച്ചതിരിഞ്ഞ് ആച്ചുവും താത്തയും ഞാനും കൂടി തൊഴുവാനൂരെ പറമ്പിറങ്ങും. പ്രമാണിച്ചികൾ വന്ന എന്ന് പറഞ്ഞ് പെറ്റമ്മ മുറുക്കാൻ തുപ്പലം നീട്ടിത്തുപ്പും. കാച്ചുത്തുണിയും പെങ്കുപ്പായവും താത്ത പൊതിഞ്ഞ് കയ്യിൽ പിടിക്കും. മുറുക്കാൻ പൊതി ആച്ചു എടുക്കും. നിസ്കാരക്കുപ്പായം പെറ്റമ്മ ആർക്കും തൊടാൻ തരില്ല. മുതുകു വളഞ്ഞ് കാരവടി കുത്തി ആ പതുക്കെ പതുക്കെയെ ഞങ്ങളും പിന്തുടരും. പതുക്കെ 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 പറമ്പിറങ്ങി പറമ്പിറങ്ങി പോക്കോക്കായുടെ ഇടയിൽ ഇറങ്ങി എളാപ്പമാരുടെ ഓലക്കെട്ടിൽ ചാടിക്കളിച്ച് തൊഴുവാനൂരെ എതക്കിലെത്തും. പരീത് ഔലിയയുടെ നേർച്ചക്കൊടിമരം തൊട്ട് തലയിൽ വെച്ച് തായം കളിക്കാരുടെ ആർപ്പുവിളി കേട്ട് പെറ്റമ്മാടെ കൈപിടിച്ച് തൊഴുവാനൂരെ പറമ്പിലെ പെരുന്തോടിറങ്ങും. ഹാവൂ, പെര എത്തി. പെറ്റമ്മ നെടുവീർപ്പിടും. ദസ്മിമാല ഏറ്റുവാങ്ങും. പൈക്കുട്ടികൾ പെറ്റമ്മയെ കണ്ട് കരയും. ആട്ടിൻകുട്ടിയും തള്ളയാടും ചെവിയൂർപ്പിച്ച് തുറിച്ച് നോക്കും. അപ്പുട്ടിയേട്ടന്റെ ചേക്കോഴി മണ്ടിപ്പാഞ്ഞു വന്ന് കൊക്കരക്കോ മുഴക്കും. പൊരിഞ്ഞ കോഴികൾ എഴുന്നേറ്റ് നിൽക്കും. വന്നപാടെ പെറ്റമ്മ എൻ്റെ കുപ്പായം പൊന്തിച്ച് എല്ലുമ്മ തലോടും. ഈ ചെക്കൻക്ക് പൈക്കണീനൊന്നും കൊടുക്കലില്ലേ എന്ന് ഉമ്മയെ ചീത്ത പറയും. അന്ന് ഉമ്മയും പെങ്ങന്മാരും പെറ്റമ്മയെ കുളിപ്പിച്ച് തിരുമ്പി വെളുപ്പിച്ച് കുപ്പായവും സൂര്യത്തുണിയും ഉടുപ്പിച്ച് മുമ്പാരത്ത് വന്നിരുത്തും. പെറ്റമ്മ പറമ്പിലും തൊടിയിലും അകത്തും പുറത്തും ഭരണം തുടരും. ബീവു ബീവു എന്ന് ഉമ്മയെ നീട്ടി നീട്ടി വിളിക്കും. ഒരു കവിത കൂടി ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാം. സുജൂദ്. സ്വലാത്ത് ചൊല്ലി ഉറങ്ങിപ്പോയ ഒരു കൂരിരുട്ട് അത്താഴത്തിനായി ഞെട്ടിയുണർന്നു. സ്വലാത്ത് ചൊല്ലി ഉറങ്ങിപ്പോയ ഒരു കൂരിരുട്ട് അത്താഴത്തിനായി
ഞെട്ടിയുണർന്നു. സുബ്ഹ് കഴിഞ്ഞ് ഓതുകയാണ് വിളറിയ ഉഷസ്. വാങ്ക് വിളിച്ചപ്പോൾ പള്ളിയിലേക്ക് കയറിപ്പോയി ഒരു മെലിഞ്ഞ വെയിൽ. വർണ്ണക്കുപ്പായത്തിന്റെ കുടുക്കുകളിട്ട് മുകിൽമാലയിൽ ദസ്ബി തെരയുന്നുണ്ട് ഉറുമാലിട്ട മഴവില്ല്. കീറിയ നിസ്കാരക്കുപ്പായമിട്ട് അസറിന്റെ ദുആയിലാണ് ഒരു തണുപ്പ്. മഗ്രിബ് കഴിഞ്ഞ് മൈലാഞ്ചിത്താടി തടവി പടിഞ്ഞാറേ മൊല്ലാക്ക മുസല്ല മടക്കി. ഖൈറും മിൻ അൽഫി ശഹറിന്റെ പുണ്യം കിട്ടാൻ മങ്ങിയ നിലാവിന്റെ കാരുണ്യം നെഞ്ചേറ്റിയവർ 5 നേരവും കണ്ണിമ പൂട്ടി കൽബുരുകി നീട്ടി നീട്ടി വിളിച്ചു അല്ലാഹു അക്ബർ. എന്തായാലും കവിതയുടെ ഈ ഒരു വേള കേരളത്തിൽ 3-4 വർഷങ്ങളായി മീം അണിയിച്ചൊരുക്കുന്ന ഈ മീം കവിയരങ്ങ്, നബിയോർമ്മയിലുള്ള കവിയരങ്ങ് കേരളത്തിൽ ഒരു വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവുമുള്ള കവിയരങ്ങുകൾ കേരളത്തിൻ്റെ സവിശേഷമായ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചില സംഭവങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വേദിയിലേക്ക് കൈതപ്പൊയിൽ കടന്ന് ഒരുപാട് കവികൾ തീർത്ഥയാത്ര നടത്തുകയാണ്. വർഷാവർഷങ്ങളിൽ ഈ പരിപാടി പുതിയ ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പുതിയ രീതിയിലുള്ള ബോധ്യങ്ങളെയും ബോധനങ്ങളെയും പുതിയ തലമുറക്ക് പ്രദാനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള കവിതകളും ആ ജീവിതവും കാവ്യാത്മകമായി നമ്മളുടെ സാഹിത്യത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഭാഗമായി ഒരു കാവ്യ വഴി നമ്മുടെ കവിതയുടെ ചരിത്രത്തിലും വർത്തമാനത്തിലും നിറഞ്ഞ് പെയ്യാൻ ഇത്തരം സായാഹ്നങ്ങൾ സമർപ്പിതമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.